അസ്സലാമലൈക്കും. അപ്പോൾ ഇത് റമദാൻ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. നമുക്കതിന് മൊത്തമായിട്ട് ക്ലിപ്സും കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. എടുക്കാൻ വിചാരിച്ച് നിൽക്കുമ്പോൾ അപ്പോൾ എന്തെങ്കിലുമൊക്കെ തിരക്കിലാകുമ്പോൾ അപ്പോൾ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ രണ്ടും കൂടി നമുക്ക് മാനേജ് ചെയ്ത് പോകണ്ടേ, അപ്പോൾ പിന്നെ അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ രാവിലെ എണീച്ച് നമുക്ക് ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ പൊതുവേ റമദാൻ സമയത്ത് കുറച്ച് കുറവായിരിക്കും കേട്ടോ. നോർമലി ഉള്ളതിൽ നിന്ന് നമുക്ക് ഹവേഴ്സ് ഒന്ന് കുറവായിരിക്കും. അപ്പോൾ നമുക്കിപ്പോൾ റമദാൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്ട്രൈറ്റ് ആട്ടോ ഡ്യൂട്ടി വരുന്നത്. 9 to 3 ആണ് നമ്മുടെ ഡ്യൂട്ടി വരുന്നത്. രാവിലെയൊക്കെ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഒരേ ടൈം ആയതുകൊണ്ട് ഡ്യൂട്ടി ആയതുകൊണ്ട് ബസ്സിലൊക്കെ അത്യാവശ്യം റഷും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഈ ഒരു ബ്രിഡ്ജ് പാസ് ചെയ്ത് പോകുമ്പോൾ നന്നായി സൂക്ഷിച്ച് പോകണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ പ്ലാവിൻ്റെ അടുത്ത് നന്നായി പണി കിട്ടും, എവിടുന്നാണ് വരണതെന്ന് പറയില്ല. അങ്ങനെ നമ്മൾ ഏകദേശം നടന്ന് നമ്മുടെ ഓഫീസിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഒരു ഉച്ചക്ക് ഒരു ളുഹറിൻ്റെ ഒക്കെ സമയമായപ്പോൾ നമ്മൾ നിസ്കരിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ നമ്മൾ നേരെ നിസ്കരിക്കാൻ പോയി. അപ്പം പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ കഴിയാനായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ റൂമിലെത്തിയതിന് ശേഷം ഇന്ന് നമ്മൾ നല്ല സമൂസയും അതേപോലെ ബ്രെഡ് കൊണ്ട് സ്പെഷ്യലാക്കാമെന്ന് വിചാരിച്ചു. സമൂസ ഞാൻ തലേന്ന് തന്നെ ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിട്ട് ഫ്രീസ് ചെയ്ത് വെച്ചോണ്ട് തന്നെ നമുക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്താൽ മതി. അതാകുമ്പോൾ നമുക്ക് വലിയ റിസ്ക് ഒന്നുമില്ല, കാരണം നമ്മൾ 2 പേരല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഒരുപാട് ഐറ്റംസൊന്നും നമുക്ക് ആവശ്യമില്ല. ഒരുപാട് കഴിക്കുന്നവർക്ക് കുഴപ്പമില്ല. പിന്നെ നമ്മൾ പത്തിരി റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ പത്തിരി റമദാൻ്റെ ഒരു മെയിൻ ഭാഗമാണല്ലോ, പത്തിരി ബീഫും ഒക്കെ. അങ്ങനെ പിന്നെ ഫ്രൂട്ട്സും ഒക്കെ കഴിച്ച് നമ്മൾ നോമ്പൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ രാത്രി ഒരു 1 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ നല്ല അത്താഴം കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ചിട്ടോ. നമ്മൾ തൊട്ട് ബാക്കിൽ തന്നെ ചെറിയൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. ബട്ട് അവിടെ നല്ല മീൽസും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ അത് കഴിക്കാൻ പോയി. നല്ല ഫിഷ് ഫ്രൈയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലൊക്കെ നിങ്ങൾക്ക് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ UAE കൊടുക്കാനായാലും അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഡെലിവറി ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ കയറി DM ചെയ്താൽ മതി. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.